ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ പ്രശസ്ത എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണനുമായിട്ട് പ്രക്ഷേപണം ചെയ്ത അഭിമുഖം നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രമേഹപൂർവ്വ അവസ്ഥ അഥവാ പ്രീ ഡയബറ്റിസിനെ കുറിച്ചാണ്. പ്രമേഹം സ്ഥിരീകരിക്കപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ ശരീരം അതിനായി തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രമേഹത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ നമുക്ക് അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, കൃത്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രമേഹത്തിന്റെ പിടിയിൽ നിന്ന് വഴുതി പോരാനായേക്കും. എന്താണ് പ്രമേഹപൂർവ്വ അവസ്ഥ? കൂടുതൽ ചോദിച്ചറിയാം. നമുക്കിപ്പം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അജീഷ് ടി, തൃശൂർ അമല ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് എം, മലപ്പുറം കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ എന്നിവർ ചേർന്നു. എല്ലാ ഡോക്ടർമാർക്കും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡോക്ടർ വിഷ്ണു, ഇപ്പോൾ ഡോക്ടർ ശ്രീത്തും ഡോക്ടർ അജീഷും സൂചിപ്പിച്ചതിൽ നിന്ന് ലക്ഷണങ്ങളൊന്നും തന്നെ നേരത്തെ ഒരു രോഗിക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രമേഹത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡോക്ടർ തന്നെ പേഷ്യൻസിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എത്തരത്തിലാണ് പ്രമേഹം പോലും ആളുകൾ തിരിച്ചറിയാൻ ഒരുപാട് വൈകുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ കണ്ടെത്തുന്ന ആളുകൾ എത്തരത്തിലാണ് അവരുടെ ഈ അസുഖത്തോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്? കൃത്യമായിട്ടുള്ള സ്ക്രീനിങ് മാത്രമാണ് ഇത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. പിന്നെ മറ്റു ചില പേഷ്യൻസിൽ ഓൾറെഡി പ്രമേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററി വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഫാമിലി ഹിസ്റ്ററി മാതാപിതാക്കൾക്കോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്ക് കൂടുതൽ തടി അമിതവണ്ണമൊക്കെ ഉണ്ട്, അത്തരം ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ മെറ്റബോളിക്കലി ലിവർ ഡിസീസ് ഒക്കെ ഫാറ്റി ലിവർ മുതലായവയൊക്കെ ഇൻസിഡന്റലി മറ്റ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടുക, അത്തരം പേഷ്യൻസിനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് പ്രമേഹപൂർവാവസ്ഥ ഉണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. അപ്പോൾ പ്രമേഹപൂർവാവസ്ഥ ഉണ്ടെങ്കിൽ പിന്നീട് റിഗറസ് ആയിട്ട് വീണ്ടും സ്ക്രീനിങ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്ന വർഷങ്ങളിൽ ഉണ്ടാവുമോ എന്നറിയാനായിട്ട് ചെയ്യേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അപ്പം കൃത്യമായിട്ടുള്ള സ്ക്രീനിങ്ങും ഫോളോ അപ്പും അതോടൊപ്പം പ്രമേഹവും ഇൻസുലിൻ റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട അനുബന്ധ അസുഖങ്ങളും ഉള്ള രോഗികളിൽ ഇത്തരം ടെസ്റ്റുകൾ ചെയ്തിട്ട് പ്രമേഹപൂർവാവസ്ഥ അഥവാ ഈ പ്രീ ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അത് പിന്നീട് അവർക്ക് ഡയബറ്റീസ് അഥവാ പൂർണ്ണ പ്രമേഹത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് പേഷ്യന്റിനെയും അതുപോലെ തന്നെ ചുറ്റുപാടുള്ളവരെയൊക്കെ ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. അതിൽ കുട്ടികൾ ഉൾപ്പെടുന്നു, വളരെ ചെറിയ പ്രായമുള്ള ചെറുപ്പക്കാർ ഉൾപ്പെടുന്നു. അപ്പോൾ ഡോക്ടറെ പ്രീ ഡയബറ്റിസ് അവസ്ഥയിൽ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ അത് ഒരു മാർഗം കൂടിയാണ്. നമ്മളൊരു വലിയ അസുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് തിരിച്ചു പിടിക്കാം. പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് തീർച്ചയായും ടൈപ്പ് 2 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു അലാം പോലെയുള്ള ഒരു ഇതാണ്. അതായത് പേഷ്യന്റ് തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർ തിരിച്ചറിയേണ്ടത് ആ പേഷ്യന്റ് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പം തീർച്ചയായും നമ്മൾ ആ സമയത്ത് ഇന്റർവീൻ ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിനെ ടൈപ്പ് 2 പ്രമേഹം ഇല്ലാതെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഒന്നും ചേരാതെ നോക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വരുത്താവുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. അപ്പം ഡയറ്റിൽ വരുത്താവുന്ന മാറ്റങ്ങൾ, ഒരു കാലറി റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുക, കൃത്യമായിട്ട് എത്രത്തോളം കാലറീസ് നമ്മൾ എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കൗണ്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് പേഷ്യന്റിനും അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്കും അറിയുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ ഭക്ഷണത്തിലെ അന്നജത്തിന്റെ അളവ്, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചിട്ട് പ്രോട്ടീന്റെ അളവ് കൂട്ടുക. അപ്പോൾ ടോട്ടൽ കാലറി റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ് പുതിയ കൺസെപ്റ്റ്. അപ്പം ടോട്ടൽ കാലറി പൂർണ്ണമായിട്ടും റെസ്ട്രിക്ട് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഓൾറെഡി കഴിക്കുന്ന ഒരു 400-500 കിലോ കാലറി കുറച്ചിട്ട് ഡെയിലി എടുക്കാൻ പറയാം. പിന്നെ കൃത്യമായ വ്യായാമം, ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് എന്ന് പറയും. അപ്പം തീർച്ചയായും നമ്മൾ എയറോബിക് എക്സസൈസുകളാണ് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും അത്യുത്തമമായിട്ട് പറയുന്നത്. അപ്പം യങ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 ദിവസമെങ്കിലും ഒരാഴ്ച മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്, മൊത്തം 150 മിനിറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. 150 മിനിറ്റ് ഒരാഴ്ച വരുന്ന രീതിയിൽ എക്സസൈസ്. പ്രമേഹ രോഗ ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ മറ്റ് അസുഖങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യത്തോടെ പലരും പ്രമേഹ രോഗ ചികിത്സയെ സമീപിക്കാറില്ല. പലപ്പോഴും ഗുളികകളോടും ഇഞ്ചക്ഷനോടും ഒക്കെ വിമുഖത കാണിക്കുന്നവരാണ് പൊതുവെ ഭൂരിഭാഗം ആളുകളും. ഡോക്ടർ, എന്തുകൊണ്ടാണ് ആളുകൾ പ്രമേഹ രോഗ ചികിത്സയെ ഗൗരവത്തോടെ സമീപിക്കാത്തത്? അതായത് 2-3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രമേഹത്തിനെ ഒരു വലിയൊരു രോഗമായിട്ട് സാധാരണഗതിയിൽ നമ്മളിപ്പോ കാണുന്ന ഒരു ആശുപത്രിയിൽ എത്തുന്ന 90% രോഗികളും എത്തുന്ന രോഗങ്ങൾക്കൊക്കെ മൂലകാരണമായിട്ട് വരുന്നത് പ്രമേഹം തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും സ്ട്രോക്ക് ആയിട്ട് പേഷ്യൻസ് വരാം, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരാം. അതുപോലെ എല്ലാ രോഗങ്ങൾക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കാരണം അവരുടെ ഒന്നുകിൽ ഡയബറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് ആയിരിക്കും. ഇത്ര ജീവിതശൈലി രോഗങ്ങളാണ് പലപ്പോഴും 90-95% രോഗങ്ങൾക്ക് കാരണമാകുന്നത്. എന്നിരുന്നാലും ഈ
സ്ട്രോക്ക് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റ് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ആ രോഗത്തിന് അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അറ്റാക്കുള്ള ഒരു പേഷ്യന്റ് ആ മരുന്നുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും പ്രമേഹത്തിനും അതിന്റെ മരുന്നുകൾക്കും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഉത്തരം. അത് അവര് പലപ്പോഴും ഡയബറ്റീസ് ഒരു സിമ്പിൾ ആയിട്ടുള്ള അസുഖമാണ്. പലപ്പോഴും പേഷ്യൻസിന് നമ്മളെപ്പോഴും കാണുന്നത് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്ന കഴിയുമ്പോൾ തന്നെ അവരുടെ ഒരു ഇനീഷ്യൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡെനിയലാണ്. ഇങ്ങനെ ഒരു അസുഖം ഞങ്ങൾക്ക് വരാൻ യാതൊരു സാധ്യതയില്ല, ഞാൻ എല്ലാ ദിവസവും അധികമൊന്നും കഴിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, വ്യായാമം കൃത്യമായി ചെയ്യാറുണ്ട്, ഇതാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അവര് പലപ്പോഴും ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഒത്തിരി കാലം അവര് മരുന്നുകൾ എടുക്കാതെ ജീവിതശൈലിയിലുള്ള മാറ്റം വരുത്തിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അവർ കരുതുന്നുണ്ട്. ആ രീതിയിൽ ഒത്തിരി കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് അവർ മരുന്നെടുക്കാൻ തുടങ്ങുന്നത്. അപ്പം ഡയബറ്റീസിനെ സംബന്ധിച്ച് ഒരു മെറ്റബോളിക് മെമ്മറി എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജ്, ആദ്യ കാലഘട്ടങ്ങളിൽ അനിയന്ത്രിതമായിട്ട് ഡയബറ്റീസ് അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീടുള്ള ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസിനെയും അതുപോലെ കണ്ണിനെയോ കിഡ്നിനെയോ ഒക്കെ ബാധിക്കുന്ന കോംപ്ലിക്കേഷൻസിനെയൊക്കെ അത് സ്വാധീനിക്കും. അപ്പം ആ ഒരു പ്രാധാന്യം തിരിച്ചറിയാതെ ആളുകൾ മരുന്നെടുക്കാതിരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ രോഗത്തിന്റെ നിസ്സാരവൽക്കരണമാണ് ഒന്നാമത്തെ ഒരു കാര്യം, ഇതിന് മരുന്നെടുക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത് പലപ്പോഴും പ്രചരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഡയബറ്റീസ്, നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് കുറച്ച് അമിതവണ്ണം ഉള്ളവർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റ്ഫോർമിൻ ഒക്കെ തുടങ്ങിയ ഗുളികകളാണ്. ഇത്തരം ഗുളികകൾ കിഡ്നി ഡിസീസിനോ കിഡ്നിക്ക് വളരെ ദോഷകരമായി ബാധിക്കും, ഗുളികകൾ കഴിച്ചതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ആ രീതിയിലുള്ള പ്രചരണങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വഴിയോ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എന്നാൽ ഇത് തീർത്തും തെറ്റായൊരു ഇതാണ്. തീർച്ചയായും ഡയബറ്റിക് രോഗികൾക്ക് കിഡ്നിക്ക് പ്രയാസം വരുന്നത് അല്ലെങ്കിൽ കണ്ണുകൾക്ക് പ്രയാസം വരുന്നത് അവരുടെ ഷുഗർ കൺട്രോൾ ആവാതിരിക്കുന്ന മൂലവും അല്ലെങ്കിൽ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ്. ഒരിക്കലും മെറ്റ്ഫോമിനൊന്നും കിഡ്നിക്കോ അല്ലെങ്കിൽ കിഡ്നിക്കൊന്നും യാതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഗുളികളല്ല. ഇൻഫാക്ട് ഇത്തരം മരുന്നുകൾ റീനോ പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രൊട്ടക്റ്റീവായ മരുന്നുകളാണ്. ഡോക്ടർ വിഷ്ണു, താങ്കൾക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? തീർച്ചയായിട്ടും ഈ ഒരു പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് പ്രമേഹപൂർവാവസ്ഥ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളവും ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായിട്ട് ഇന്റർവീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ആ സമയത്ത് ഇപ്പോൾ ഡോക്ടർ നൽകുന്ന നിർദ്ദേശം, അതായത് ഡയറ്റിനെ സംബന്ധിച്ചായാലും എക്സസൈസിനെയൊക്കെ സംബന്ധിച്ചായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പേഷ്യൻസ് പാലിക്കുക. അതോടൊപ്പം സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇപ്പം ഡോക്ടർ അജീഷ് ഇപ്പൊ പറഞ്ഞ പോലുള്ള എല്ലാ മാർഗങ്ങളും ഫോളോ ചെയ്ത് അതുപോലെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇയർലി ആയിട്ട് നമ്മൾ HbA1c വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് അതൊരു പ്രീ ഡയബറ്റിക് എന്നുള്ള സ്റ്റേജിൽ നിന്ന് തീരെ നോർമൽ ആയിട്ടുള്ള ഒരു HbA1cയിലേക്ക് കൊണ്ടുവരിക. അപ്പം റിവേഴ്സൽ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെമിഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത് പലപ്പോഴും പോസിബിൾ ആവുന്ന ഇനീഷ്യൽ സ്റ്റേജിലാണ്. അപ്പം ഡോക്ടർ രാജേഷ് പറഞ്ഞ പോലെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നമ്മുടെ പാൻക്രിയാസ് കോംപ്രമൈസ്ഡ് ആയി മാറുന്നു, മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരും. ആ ഒരു അവസ്ഥയിൽ രോഗികൾ എത്തിക്കാതിരിക്കുക. അപ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന രോഗികൾ എപ്പോഴാണ് ഡോക്ടറുടെ അടുത്തേക്ക് വരേണ്ടത് എന്നാണ്. അപ്പോൾ പ്രീ ഡയബറ്റീസ് എന്നുള്ളത് അങ്ങനത്തെ സ്റ്റേജുകളൊക്കെ ഡോക്ടറുടെ അടുത്ത് വരുന്നത് രോഗികൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു വിൻഡോയാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ആളുകൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഒരു പൂർണ്ണമായിട്ട് വ്യക്തമാണ്. വളരെയധികം നന്ദി. വളരെ വിശദമായി ഞങ്ങളോട് സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും നന്ദി. പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഇനി